പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ മുഖദാവിലെ കർത്താവിൻ്റെ നാമത്തിൽ ആശംസകൾ നേരുന്ന സന്തോഷകരമായൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ സമർപ്പണ പ്രാർത്ഥിച്ചല്ല, ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെയും പത്തിയോടെ നിൽക്കണേ. കർത്തസന്നിധിയിലാണ് നിൽക്കുന്നത്. നമ്മൾക്കുണ്ടാകുന്നൊരു ഗുണം, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സാക്ഷികളാക്കി അങ്ങ് മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ ഒരു ഭാഗഭാക്കാക്കിക്കൊണ്ട് ദൈവതിരസ്സന്നിധി അതിനൊരു പരിഹാരം തേടുന്ന അമ്മയുടെ സ്വർഗീയമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് 10,000-കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങളെ ലേറ്റക്കാനിപ്പോൾ റിക്വസ്റ്റ് ഇട്ടവർ, ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ, കൃപാസനത്തെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചവർ, അമ്മയുടെ സന്നിധാനം കണ്ട് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ ദേവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ, കുടുംബത്തോളം രാജ്യത്ത് പട്ടിണി ഇല്ലെങ്കിലും പട്ടിണിയുള്ളവർ ഇപ്പോഴും ഉണ്ട് ഈശോയെ. അവർ സാമ്പത്തികമായ കടങ്ങൾ വന്നു പോയവരുണ്ട്, ബിസിനസ്സിൽ തകർന്നു പോയവരുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തികമായ തകർച്ച വന്നു പോയവരുണ്ട് ഈശോയെ. അവരും അവരുടെ മക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ ഈ സമയത്ത്, സങ്കടങ്ങളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഓരോ സ്ഥാപനം നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവർക്ക് ആ ജോലിക്ക് പുരോഗമനവും ഇല്ല, ആ ജോലി ഇട്ടിട്ട് പോരാനും പറ്റത്തില്ല. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവർക്ക് അവരുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായി അവർക്കൊരു വരുമാന മാർഗം, ന്യായമായൊരു വരുമാന മാർഗം കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവേ അവർ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, 36 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഈശോയെ. ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട്, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുണ്ട്. അതിൻ്റെ പേരിൽ ഭവനങ്ങളിലൊക്കെ എല്ലാത്ത അസ്വസ്ഥങ്ങളും സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ട് ഈശോയെ. കർത്താവേ, മുതിർന്നതിനെ പഠിപ്പിച്ചവരെ ഗതി പിടിക്കാതിരിക്കുകയും ചെയ്ത കാരണം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അവർ താന്തോന്നികളായിട്ട് ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെ എത്ര കുടുംബങ്ങളാണ് ഈശോയെ. സങ്കടങ്ങൾ തങ്ങളോട് എന്തെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരോ അറിയിക്കാതെ കടിച്ചമർത്തി ഈ വിഷം ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റാത്ത രീതിയിൽ പരിഭ്രാന്തരെ നടക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ ഞങ്ങളെ ഓർക്കുന്ന കർത്താവ്. കൃപാസനം ആൾത്താർ ജനകോടി ജലരക്ഷകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയോട് കൂടി തന്നെ കർത്താവ് ഞങ്ങളതെല്ലാം സമർപ്പിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, വിദ്യാർത്ഥികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ജോലി അന്വേഷിക്കുന്നവരുടെ, ജോലി നഷ്ടപ്പെട്ടവരുടെ, വീടില്ലാത്തവരുടെ, വഴിയില്ലാത്തവരുടെ, സ്ഥലമില്ലാത്തവരുടെ, ഇഴജന്തുക്കളുടെ, ശുദ്ധജീവികളുടെ ആക്രമണങ്ങളുള്ള, വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളവർ, കർത്താവ് എന്തെല്ലാം തരത്തിലുള്ള പീഡകളാണ് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ഈശോയും. മറ്റ് അയൽവാസികളുടെ ദുരിതങ്ങൾ, മറ്റു തരത്തിലുള്ള മുഷ്കുള്ളവരുടെയും തണ്ട് രോഗികളുടെയും ചട്ടമ്പികളുടെയും തോന്നിയവാസങ്ങൾ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കർത്താവ് ചതിയന്മാരുടെ പരിക്കുകളെല്ലാം അനുഭവിച്ച കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീ വിടുവിച്ച് നിലനിർത്തി അവരെ ആശ്വസിപ്പിച്ച് നീ അവിടെ കൂടെ നിന്നുകൊണ്ട് അവർ സന്ധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരനെ നീക്കും. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മനസ്സിനെ എന്നെ സ്വാധീനിച്ചത്, എൻ്റെ മനസ്സിന് പരിശുദ്ധാത്മാവ് തന്നതാണ്. ഞാൻ ഇവിടുന്ന് വായിച്ചതോ പഠിച്ചതല്ല. ഈ അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും വെള്ളിയും കൊടുത്തെന്ന് പറയുന്നു. പൊന്നും മീറയും കൊടുത്തില്ലേ? ആ 2 നമുക്ക് അത് വായിച്ച് കേൾക്കാം. എന്നിട്ട് ഞാൻ പറയാം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് അതായത് ജ്യോതിഷികളാണ്. ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഇത്രയും സംഭവം ക്ലിയർ അല്ലേ? ഇവിടെ ഔഷപിതാവ് ഇല്ലല്ല. അതുകൊണ്ട് തന്നെ ഔഷപിതാവ് ഇവിടെ ചർച്ചയാകണത്. കാര്യം അവർ ജ്യോതിഷികള് തിരുപ്പിറവി സംഭവിച്ച ഞാൻ ആ ഗുഹയിൽ പോയിട്ടുള്ളതാണ്, ബെത്ലഹേമിലെ. അപ്പം അവിടെ ഒരു മല അടിവാരം ഇങ്ങനെ തുറന്നിങ്ങനെ പ്രാചീനമായിട്ട് കറുത്ത നിറത്തിലിരിക്കുന്ന പാറയൊക്കെ, നല്ല പച്ചപ്പുൽ പിടിച്ച ബെത്ലഹേം മലയോരങ്ങളും താഴ്വരകളും അതിമനോഹരമാണ്, കാണാൻ ഭംഗിയാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഔഷപിതാവ് ഇല്ല. ഔഷപിതാവ് ഇല്ല എങ്കിലും എന്താ സംഭവിക്കണത്? ഈ അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും വേണ്ട ആഹാരം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ അവിടെ ഇല്ല. ഇത് തന്നെ തോമാസിലേക്കും പറ്റിയത്. കർത്താവ് വരുമ്പോൾ തോമാസിലേ ഉണ്ടാകത്തില്ല, പക്ഷെ വഴക്ക് കേൾക്കും തോമാശ്രീ. ഔഷപിതാവ് വഴക്ക് കേട്ടില്ല. തോമാശ്രീ ആ സമയത്ത് ഇവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ ചെയ്യാൻ വേണ്ടി, അന്ന് പേടിയുടെ കാലമല്ലേ, പുറത്ത് ആഹാരം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കർത്താവിനതൊക്കെ അറിയാമായിരുന്നു. ഇപ്പം എന്ത് സംബന്ധം നമ്മൾ ഈ എല്ലാ വിഷയങ്ങളും ഞാൻ എന്ത് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഈ പൊന്ന് കൊടുത്തില്ലേ? പൊന്നെന്തിനാ ദൈവം അങ്ങനെ കൊടുത്തത്? നമുക്കൊക്കെ ദൈവം തരുന്നുണ്ട്, പൊന്ന് മീറ തരുന്നുണ്ട്, അതിലൂടെ പൊന്ന് തരുന്നുണ്ട്. മറന്നു പോകരുത്. തരണം മീറ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. കയ്പായ അനുഭവങ്ങളെല്ലാം ഓർത്തിരിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് അഭിവൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ, സന്ധിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തരും. പക്ഷെ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഔഷപിതാവ്, ഞാൻ ഇടയ്ക്ക് ഓർക്കുകയും, ഔഷപിതാവിന് ഈ അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ പോകല്ലേ. അതിനുവേണ്ടി ഹെറോദസിന്റെ പടയാളികൾ പറന്നു വെട്ടി കുഞ്ഞുങ്ങളെ കരുതി കാണുമ്പോൾ ഒരു കുതിര വണ്ടി സംഘടിപ്പിച്ചാണ് ശരിക്കും പറഞ്ഞ ഔഷപിതാവ് ഈജിപ്തിലോട്ട് പറന്നു പോകേണ്ടതാണ്. പക്ഷെ എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്ന പടങ്ങളിലൊക്കെ കഴുതയാണ് ഉള്ളത്. അപ്പൊ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ
ഇപ്പം നമുക്കിപ്പം വേണമെങ്കിൽ ഈ പൊന്ന് പണയം വെച്ച വിറ്റു ആർഭാടമായിട്ട് ആഘോഷമായിട്ട് പുള്ളിക്ക് പോകാം. അങ്ങനെ പോണ ആളല്ല അത്. അതാണ് പ്രശ്നം. പൊന്ന് ദൈവം തരുമ്പോൾ അത് ഉപയോഗിക്കണം. നമുക്ക് സമ്പത്ത് ദൈവം തരും, പക്ഷേ നമ്മളത് ഉപയോഗിക്കണം. അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊഴുത്ത പശുവിൻ്റെ കഥ അറിയത്തില്ലേ? ബൈബിളിൽ കൊഴുത്ത പശുവിനെ കാണിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ, ഫറവോൻ്റെ സ്വപ്നത്തിൽ. അത് വ്യാഖ്യാനിച്ചപ്പോഴേ എന്താണ് ജോസഫ് പറഞ്ഞത്? കൊഴുത്ത പശുവിൻ്റെ കൂടെ പിന്നെ ഫറവോ കണ്ടത് മെലിച്ച പശുക്കളാണ്. അപ്പോൾ ഒരു 10 പൈസ, ഇപ്പോൾ ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലം ഉണ്ടായ ഒരു പട്ടിണിക്കാലം ഉണ്ടാകും, ഉറപ്പാണ്. ഒരു ആരോഗ്യകാലം ഉണ്ടായ ഒരു ക്ഷീണിത കാലം ഉണ്ടാകും. ഒരു സന്തോഷത്തിൻ്റെ കാലം ഉണ്ടായ ഒരു ദുഃഖത്തിൻ്റെ കാലം ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ലോകം ക്രമീകരിച്ചിരിക്കുന്നത്. ഔസേപ്പിതാവിന് പണിയില്ലാത്ത കാലമാണ്. ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പണി, ഞാൻ ഈജിപ്തിലെ കസേരയൊക്കെ കണ്ടിട്ടുണ്ട്. ഔസേപ്പിതാവിൻ്റെ കാലത്തുള്ള കസേരയൊക്കെ ഞാൻ ഈജിപ്തിലെ മമ്മിയുടെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. ഈ പിരമിഡിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയമില്ലേ, തൂത്താൻഖാമിൻ്റെയൊക്കെ മ്യൂസിയം. അപ്പോൾ അവരൊന്ന് ഉപയോഗിച്ച കസേരയൊക്കെ കാണാം. അപ്പോൾ നല്ല പൊക്കമാണ് അതിനൊക്കെ. പക്ഷെ അതേസമയം തന്നെ ഇസ്രയേലിലെ മ്യൂസിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കസേരകളെല്ലാം ഷോർട്ടാണ്. എൻ്റെ തോതെല്ലാം വ്യത്യാസമുണ്ട്. തോതേ ഔസേപ്പിതാവിന് ഇവിടുത്തെ മരപ്പണിയൊക്കെ അറിയാൻ പാടുള്ളൂ. ഇസ്രയേലിൽ അവിടെ ചെല്ലുമ്പോൾ ആ പണി പഠിക്കണുണ്ടാവും. അപ്പോൾ കുറേ നാൾ പണിയില്ലാതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പൊന്ന് കൊടുക്കണത്. അപ്പോൾ ദൈവം നിനക്ക് ഒരു മെല്ലിച്ച പശുവിനെ നമ്മളെ വരുമാനം ഇല്ലാത്തൊരു കാലം കാണുമ്പോഴാണ്, മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് വരുമാനം കിട്ടണമെന്ന് ഓർത്തേക്കണം. അല്ല വരുമാനം കിട്ടുമ്പോൾ തന്നെ അടിച്ചു പൊളിച്ചേക്കാം, വില കാറ് മേടിച്ചേക്കാം. അതുപോലെ തന്നെ വീടൊക്കെ പുതുക്കി പണിഞ്ഞ് 2 മുറി എടുത്തേക്കാം. വല്ല ഗസ്റ്റും വരെ, 6 ഗസ്റ്റ് വരെ. അപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ ഉദ്ദേശം ഗസ്റ്റ് എന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അയൽവാസികൾ വേറെ വീട് ഭംഗിയാപ്പെടുത്തും. അപ്പോൾ അവിടെ കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡെഡ് മണി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണത്, ഇന്ന് മുറി എടുത്തിരിക്കണത്. കിട്ടിയ കാശൊക്കെ അങ്ങനെ കാത്തിരി പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ കടം മേടിക്കും. അപ്പോൾ ജീവിത ആർഭാടങ്ങൾ ഭയങ്കരമാണല്ലോ. ഈ ആർഭാടമെല്ലാം പണ്ട് 50 പേരുടെ കല്യാണമാണ് ഇപ്പോൾ 500 പേര് 1000 പേരൊക്കെ ആയിട്ട് വെച്ച് നടത്തണതേ. നടോടുമ്പോൾ നടുവോടുകയാണ്, പക്ഷെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. ഔസേപ്പിതാവിന് അങ്ങനെ ഒന്നുമില്ല. ആ പൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ പാവപ്പെട്ടവൻ 2 കൊല്ലം കൊണ്ട് അവിടുത്തെ ഈജിപ്തിലെ പണി പഠിക്കണ വരെ ആ പൊന്ന് പണയം വെച്ചായിരിക്കും ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല. ദൈവം എന്താ, ഒരു മോശം കാലം വരാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള ആസ്തി കൊടുത്തിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് കടങ്ങളും പലതരത്തിലുള്ള വിഷമതകളും സാമ്പത്തിക വിഷമം ചെന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, അങ്ങനെയുള്ളൊരു ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരുവം വരുമ്പോൾ സമ്പത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഈ ബുധനാഴ്ച ഔസേപ്പിതാവിൻ്റെ ദിവസം ദൈവം വെളുത്ത പശുക്കൾ തരുമ്പോൾ മെല്ലിച്ച പശുക്കൾ പുറകെ വരുന്നുണ്ടെന്ന് ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല പശുവിനെ നമ്മൾ എന്തിന് സ്നേഹിക്കുന്നു? പശുവിനെ എന്തിനു സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ ഉള്ളിൽ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെ എന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം, അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എന്നെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികതയും അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ, എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, വലിയമ്മമാർക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കണമെന്നുണ്ട്, DPEBക്കാരല്ലേ. വലിയമ്മമാർക്കറിയാം, പഴയ പാഠപുസ്തകത്തിലുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, അമ്മണി വന്നു കമ്മൽ തന്നു, അല്ലേ? അതന്നെ. അപ്പോൾ അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം?
ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് ഒന്നാം പാഠം. അധ്യായങ്ങളുടെ 1-ാം പാഠവും ബൈബിളിൻ്റെ 1-ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു. എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക് അതിൻ്റെ അകത്ത് എൻഡിട്ട്. ഇത് പറക്കത്തില്ല. പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ, ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പോൾ നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമിയിൽ നിന്ന് സാധനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് as your heavenly Father is perfect. Take the word of God. Hallelujah. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. അതാ നിത്യതയോളം വളരണം ഉദ്ദേശിക്കണുണ്ടല്ലോ. നോക്കിയേ, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ? ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എല്ലാം. ശാസ്ത്രം ഇവിടെ നിന്ന് വന്നതാണ്, അതൃപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതല്ല ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട്, അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം, മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി രാത്രി കണ്ട് നല്ല വേർപ്പായിരിക്കുമേ. അപ്പം വീശി എന്ത് ചെയ്യും? വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അത്രേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. വിശറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്മേ മുഴുവൻ പുകയുടെയും കരിയും ചിലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ AC തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞതല്ലേ, വിശറി പിടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം. ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചു കൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്തേ. 2:17. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്? അതും കാര്യമായിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരുമെന്ന് അർത്ഥം. ഒരാൾക്കാർ അവിടെ അഭിമാനം, അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം.
യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റതെന്ന് 7 യോഹന്നാൻ 7:37. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യോഹന്നാൻ 7:37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ, പറഞ്ഞ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇപ്പോൾ ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിൻ്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്, അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ ഒന്ന് പറഞ്ഞേ, തിരുനാളിൻ്റെ 1-ാം ഘട്ടം തന്നെ. ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പഠന പാട് കണ്ടില്ലേ? തിരുനാളിൻ്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ പിന്നെന്താ? അവൻ എഴുന്നേറ്റ് നിന്ന് പിന്നെന്താണ്? ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ടൊരു ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിൻ്റെ 11 ദിവസങ്ങളിൽ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവനെന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാൻ സാധാരണ സ്ഥലത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിലെത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാറുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 7:39. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണത്? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണേ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചത് കൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം
അവൻ ചെയ്തപ്പോഴേ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവെന്താണ്? അനുഭവം എന്ന് പറയണത്. അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട ഹല്ലേലൂയ.